ഈ രാത്രി ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വീടിന് പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിക്രം. തകരൻ മാഷും കമലയുമാകട്ടെ ഈ നടന്ന സംഭവത്തിൽ ആകെ ആടി ഒലിഞ്ഞു പോയിരിക്കുകയാണ്. അവർ തങ്ങളുടെ മുറിയിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. പിറ്റേന്ന് രാവിലെ ആകട്ടെ അതാ MLA വാസവൻ സുധാകരൻ മാഷിന്റെ വീടിന് മുൻപിലായി വന്നു നിന്ന് മാഷിനെയും വിക്രമിനെയും വെല്ലുവിളിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം MLA അടിക്കാനായി ഒരുങ്ങുന്നു. വിക്രമിനെ തടയുകയാണ് മാഷ്. അതേസമയം തന്നെ വേദയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തീപിടുത്തമുണ്ടായ ചായ്പ് നന്നാക്കാനായി വിക്രം ആളിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ സുധാകരൻ മാഷ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും നാളത്തെ എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണത്. എന്റെ പ്രവൃത്തി കാരണമുണ്ടായ കാര്യങ്ങളാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ മരണം വരെ അതിന് യാതൊന്നും ചെയ്യാനായി ഞാൻ അനുവദിക്കില്ല. അപ്പോൾ വിക്രമിനും സുധാകരൻ മാഷിനും ഇടയിലുണ്ടായ അകൽച്ചയുടെ കാരണം വേദ തിരക്കുന്നു. ഒരുപാട് പ്രാവശ്യത്തെ നിരന്തരമായ ചോദ്യത്തിനൊടുവിൽ വേദയോട് ശ്രീജയെടുത്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു.